പ്രൈസ് ലോർഡ്. ജനസമന ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സ്വർഗത്തിൽ നിന്നും അപ്പമായിറങ്ങി നുറുക്കപ്പെട്ടുവല്ലോ നീ എനിക്കായി. സ്വർഗത്തിൽ നിന്നും അപ്പമായിറങ്ങി നുറുക്കപ്പെട്ടുവല്ലോ നീ എനിക്കായി. ജീവനും ബലവും സൗഖ്യവുമേകി നാൾതോറും എന്നെ നീ നടത്തുന്നല്ലോ. ജീവനും ബലവും സൗഖ്യവുമേകി നാൾതോറും എന്നെ നീ നടത്തുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാണ് ഉള്ളത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക്, താൻ ക്രിസ്തുവിൽ ജനിപ്പിച്ച അനുഗ്രഹീത സഭയ്ക്ക് ഹൃദയം തുറന്ന് എഴുതുന്ന അനുഗ്രഹീതമായ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പ്രഭാത ചിന്തയ്ക്കായി ദൈവം നമുക്ക് നൽകിയത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഉയരത്തിന്റെ ശക്തി പ്രാപിക്കുമ്പോഴും നിങ്ങൾ യെരൂശലേമിൽ വിട്ടുപോകാതെ ദൈവശക്തിക്കായി കാത്തിരിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുമ്പോൾ, പാപത്തെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, ശാപത്തിൽ ജയിക്കുവാൻ, ലോകത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ദൈവിക കൃപ പ്രാപിക്കാൻ പൗലോസ് ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകത്തിന്റെ അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും ആകയാൽ ആ ദുർദിവസത്തിൽ എതിർത്തുൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാം. നമുക്കറിയാം, ഓരോ ദിവസവും ലോകം വഷളായി, പിശാച് അവന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കഴിയുമെങ്കിൽ വിശുദ്ധന്മാരെ തകർക്കുവാൻ, നിൽക്കുന്നു എന്നുള്ളവരെ വീഴ്ത്തുവാൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിനകത്ത് നാം വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ, നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ ധനമഹാത്മ്യം കൊണ്ടോ ഒരിക്കലും പൈശാചിക മേഖലകളെ ജയിപ്പാൻ കഴിയില്ല. ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാതെ, ആത്മീയ മേഖലയ്ക്കകത്ത് നമ്മെ വളർത്താതെ, ക്രിസ്തുവിന് വിരോധമായി ക്രൂശിന്റെ ശത്രുക്കളാക്കി മാറ്റി നമ്മെ നിത്യനരകത്തിന് യോഗ്യരാക്കി തീർക്കുവാൻ പിശാച് അവന്റെ പദ്ധതി ഒരുക്കുമ്പോൾ, ദൈവിക ലക്ഷ്യബോധത്തോടെ ആത്മനിയോഗത്തോടെ ആ തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയുന്ന ദൈവകൃപയിൽ മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അകത്ത് കൃപ നൽകട്ടെ. ഉറപ്പ് പറയുന്നു, കലാൽപ്പടയോടുകൂടി ഓടി പരാജയപ്പെട്ടാൽ നമുക്ക് കുതിരപ്പടയോടുകൂടി ഓടി ജയിക്കാൻ കഴിയില്ല. ഈ ദുഷ്ടലോകത്തിൽ നമ്മെ പരാജയപ്പെടുത്തുന്ന ലോകം, പാപം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിത്യാദി പ്രതിസന്ധികൾ നമ്മെ തകർക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടോ, ഞാൻ ഈ പിടിക്കാവുന്ന വെച്ച് ഓടുന്നേ ഉള്ളൂ, ഒന്നും നേടിയെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ എന്നിൽ വസിക്കുന്ന പാപത്തെയാണ് ഞാൻ ജയിക്കുന്നത്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് പലപ്പോഴും പാപം എനിക്ക് ലക്ഷ്യബോധത്തിലേക്ക് എത്തുവാൻ, ദൈവിക പദ്ധതിയിലേക്ക് എത്തുവാൻ, നിത്യതയെ കൈവശമാക്കുവാൻ, ജയകരമായ ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ എന്നെ അനുവദിക്കപ്പെടാത്തത് കൊണ്ട് അതിനെ ജയിക്കാൻ കഴിയുന്ന ഒരു ശക്തി. ശ്രദ്ധിക്കപ്പെടുക, പിശാചിനെ അവന്റെ തന്ത്രങ്ങളെയും സമാധാനത്തിന്റെ ദൈവം സാത്താനെ കാൽ കീഴാക്കി ചതച്ചരച്ചു കളഞ്ഞ് അതിന് വിജയോത്സവം കൊണ്ടാടി വിശ്വസിക്കുന്ന സഭയ്ക്ക് മേൽ അധികാരം സ്ഥാപിക്കപ്പെട്ടത് അവകാശമായി തന്നെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സകലത്തെയും കാൽ കീഴാക്കി ജയോത്സവമായി തീർന്ന കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്ന നിങ്ങൾ ആത്മശക്തിയാൽ നിങ്ങൾ ഈ ലോകത്തെ ജയിക്കുന്നവർ. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ സകല പ്രതിസന്ധിയെ, രോഗത്തെയും ശാപത്തെയും പാപത്തെയും എല്ലാം ക്രിസ്തു ക്രൂശിൽ വഹിച്ച് അതിന് വിജയോത്സവം കൊണ്ടാടി യേശുവിനെ മരിച്ചു നിർപ്പിച്ച് ജീവന്റെ ശക്തി നമ്മുടെ മർത്യ ശരീരങ്ങളിലുണ്ടെങ്കിൽ യേശു ജയിച്ച പോലെ ഈ പകലും നാം ജയാളികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ അവസാനിപ്പിക്കും, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്തെന്ന് വരുന്നതിന് ഈ നിക്ഷേപം നമുക്ക് മൺപാത്രങ്ങൾ പകർന്നിരിക്കുന്ന ആ ശക്തിയോടെ മുന്നേറാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. എനിക്കായി നാഥ തകർന്നു പോയി, എന്നെയും നിനക്ക് സ്വന്തമാക്കാൻ. എനിക്കായി നാഥ തകർന്നു പോയി, എന്നെയും നിനക്ക് സ്വന്തമാക്കാൻ.